ഇത് ഒരുപാട് കഴിഞ്ഞൊരു 5 വർഷത്തോളമായി ഈ ഒരു പ്രശ്നം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ജനങ്ങൾ ദുർഗന്ധം മൂലം വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. വീട്ടിൽ ഈ പ്രദേശത്തുള്ള ഈ കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള പയ്യന്മാർക്ക് പിന്നെ ഈ പെണ്ണ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതേപോലെ വീട്ടിൽ പൊയ്കളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ശ്വാസം മുട്ടി ഇത്തരത്തിലുള്ള. അതുകൊണ്ട് ജനങ്ങളാകെ പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ ഏറ്റവും അവസാനത്തെ പൊട്ടിത്തെറി എന്നുള്ള രൂപത്തിലാണ് ഇന്നത്തെ സംഭവം. മജീദ്, അതോടൊപ്പം തന്നെ ഈ പരാതി ഇത് ഇപ്പോൾ ഉയർന്നതല്ല. മജീദ് പറഞ്ഞതുപോലെ ഇത് 5 വർഷമായി വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പലതരത്തിൽ ചർച്ചകൾ നടന്നതാണ്. എന്നിട്ടും ഈ കോഴി ഫാക്ടറി അല്ലെങ്കിൽ ഈ മാലിന്യ ഫാക്ടറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഫാക്ടറിന്റെ തലപ്പത്ത് ഇതിന്റെ സ്ഥാപക ഡയറക്ടർമാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലിസ്റ്റ് നോക്കിയാൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ ഭാര്യമാരോ ഉള്ള ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പൊ പിന്നീട് അവരിങ്ങനെ പല ആരോപണങ്ങൾ വന്ന സമയത്ത് അവരൊക്കെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റ് പദവികൾ വഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി എന്ത് സമരം നടത്തി കഴിഞ്ഞാലും ഭരണതലത്തിൽ അല്ലെങ്കിൽ മറ്റു തലത്തിൽ ഇവർക്ക് ഫാക്ടറിക്ക് അനുകൂലമായുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. അതിൽ ജനങ്ങൾ വല്ലാതെ രോഷത്തിലാണ്. ഒരു ഘട്ടത്തിൽ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്താനൊക്കെ തീരുമാനമുണ്ടായതല്ലേ? അതെ, ഈ ഇടയ്ക്ക് തീരുമാനം ഉണ്ടായി. 1 മാസം ഫാക്ടറിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതിന് ശേഷം എല്ലാവരും ഈ അപാകതകൾ പരിഹരിച്ച് ദുർഗന്ധം ഇല്ലാത്ത രൂപത്തിലേക്ക് മാറ്റം എന്നൊക്കെ പറഞ്ഞത്. ആ 1 മാസം കഴിഞ്ഞിട്ട് യാതൊരുവിധ മാറ്റവും വരുത്താതെ വീണ്ടും ഫാക്ടറി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര നാളായി? ഇപ്പൊ തുറന്ന പ്രവർത്തനം ആരംഭിച്ച ഏകദേശം 2 മാസം. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണിത്. പഞ്ചായത്ത് നേരത്തെ ലൈസൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. അതിന് പിന്നീട് അത് പഞ്ചായത്ത് ഡയറക്ടർ പ്രത്യേക ഉത്തരവ് നൽകിയിട്ടാണ് ഈ ഫാക്ടറിക്ക് ഇത് ലൈസൻസ് പുതുക്കി നൽകിയത്. ഇതിൽ മറ്റ് ജനപ്രതിനിധികളുടെ ഇടപെടലൊന്നും വരുന്നില്ലേ? ഇത് 2 വർഷം മുൻപ് നിയമസഭാ സമിതി, പാരിസ്ഥിതിക സമിതി 7 MLA-മാരും ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്താണ്. ഇന്ന് വരെ അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം. ശരി, വളരെയധികം നന്ദി. മജീദ് താമരശ്ശേരിയാണ് നമ്മളോട് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. 24ന്റെ പ്രാദേശിക റിപ്പോർട്ടറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.